നമസ്കാരം. സുനിത കുക്ക് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബീശപ്പവും നല്ല അടിപൊളിയൊരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറി വെക്കാനായിട്ട് കുതിർത്തെടുത്ത ഗ്രീൻ പീസാണിത്. ഇതൊരു കുക്കറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറങ്ങ് അടച്ച് വയ്ക്കുകയാണ്. സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു 3 വിസിൽ അതുവരെ വേവിച്ചെടുക്കും. ഇനി കുക്കർ 3 വിസിൽ വന്നു, നമ്മൾ മാറ്റി വെച്ചു. ഇനി ബീശപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു തട്ട് വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു. മാവ് ഞാൻ നനയ്ക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇനി ഇതിലേക്ക് മാവിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് തേങ്ങാപ്പീര വെച്ച് കൊടുത്തിട്ട് മാവ് ഇതുപോലെ ഞെക്കിയെടുക്കാണ് കേട്ടോ. ഇനി അതിൻ്റെ മീതെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത്, നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത്, ഇടിയപ്പവും ബീശപ്പവും രണ്ടും ഒന്നാണല്ലോ. അപ്പോൾ ഈ ഒരു തട്ടിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് രണ്ടിനും വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കുറച്ച് വലുതും മറ്റേ ഇടിയപ്പം ചെറുതും, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു തട്ട് ഞാൻ സെപ്പറേറ്റ് മേടിച്ചാട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ് വീഡിയോകളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൂടെയൊക്കെ ഒന്ന് കാണണം കേട്ടോ എല്ലാവരും. പിന്നെ ഇതൊരു റൈസ് കുക്കറാണ് കേട്ടോ. അപ്പോൾ ആ തട്ട് ഇതിലേ ഇരിക്കുകയുള്ളൂ, അത്ര വലിയ പാത്രം വേറെ എൻ്റെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ റൈസ് കുക്കറിലാണ് കേട്ടോ ഞാനിതിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ സ്റ്റാൻഡ് ഇതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി ഈ റൈസ് കുക്കർ അങ്ങ് അടച്ചു കൊടുക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് ഞാൻ ലോക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അത്രത്തോളം ആവി വേണ്ടല്ലോ ഇതിന്. ആവി ഒരുപാട് അങ്ങനെ പുറത്ത് പോകില്ല കേട്ടോ. അപ്പോൾ ബീശപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒരു ട്രിപ്പ്. ഇനി അതിങ്ങെടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഗ്രീൻ പീസ് ബാക്കി കുറച്ചും കൂടെ ചെയ്യാനുണ്ടല്ലോ, അത് ചെയ്യണം കേട്ടോ. ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, കടുക് ചേർത്ത് കൊടുത്തു, വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തു, ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു സവോള അരിഞ്ഞത് അതങ്ങ് ചേർത്ത് കൊടുത്തു, നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു. ഇനി 2 പച്ചമുളക് കട്ട് ചെയ്തത് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. നന്നായിട്ട് എല്ലാം ഫ്രൈ ആയതിനു ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അങ്ങ് ചേർത്ത് കൊടുത്തു. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കാം കേട്ടോ. ഇനി ആ കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. അല്ല നന്നായിട്ട് കുറുകുമല്ലോ ഇത്. ഇനി കുറച്ച് തേങ്ങ മാത്രം അരച്ചെടുത്ത് അതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തു. കുറച്ച് ഗരം മസാല ചേർത്തു. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി ഏതാണ്ട് റെഡിയായി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയുടെ തൂക്കി കൊടുത്തു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇടിയപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. താങ്ക് യു.